ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ടേബിളുകൾ തമ്മിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടേബിളുകളിൽ എങ്ങനെയാണ് വിവരങ്ങൾ എൻട്രി ചെയ്യുന്നത്. നമുക്ക് രണ്ട് രൂപത്തിൽ ടേബിളുകളിലേക്ക് വിവരങ്ങൾ എൻട്രി ചെയ്യാം. ഒന്ന്, ടേബിളുകളിൽ നേരിട്ട് ഡയറക്റ്റ്ലി ആയിട്ട് ടേബിളിലേക്ക് വിവരം എൻട്രി ചെയ്യാം. അതേപോലെ കുറച്ചുകൂടെ എളുപ്പത്തിൽ, കുറച്ചുകൂടെ ടേബിളുകൾ നേരിട്ട് എൻട്രി ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഫോം ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റാസ് ടേബിളുകളിൽ എൻട്രി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫോം എന്ന് പറയുന്നത് നമുക്കറിയാം, ടേബിളുകളിലേക്ക് വിവരങ്ങൾ എൻട്രി ചെയ്യാനുള്ള സംവിധാനമാണ്. അപ്പോൾ ഇത് രണ്ട് ഒരു ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിവരങ്ങൾ എൻട്രി ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ സേവ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ നമുക്ക് വ്യൂ ചെയ്യാനും സാധിക്കുന്നതാണ്, നാവിഗേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുക? അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എങ്ങനെയാണ് ഫോം വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫോംസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിൽ മോർ ഫോംസിൽ ഫോം വിസാർഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോം വിസാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിൻഡോ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഈ ഫോം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നിരിക്കുന്ന ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ടേബിളുകളുണ്ട്. എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിളും അതേപോലെ സാലറി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിളുമുണ്ട്. ഈ രണ്ട് ടേബിളുകളിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എൻട്രി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് ടേബിളുകളിലും വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രണ്ട് ടേബിളിലെയും വിവരങ്ങൾ നമ്മൾ ഈ ഫോമിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്കിവിടെ രണ്ട് ടേബിൾ 1 എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിൾ, അതേപോലെ സാലറി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിൾ. അപ്പോൾ ഇതിൽ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ടേബിളിലുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് ആവശ്യമായിട്ട് വരും. ദെൻ രണ്ടാമത് സാലറി ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഓൾറെഡി എംപ്ലോയി ഐ ഡിയും എംപ്ലോയി നെയിമും ഇതിൽ ഓൾറെഡി ഉണ്ട്. അത് കൂടാതെയുള്ള ബാക്കി കാര്യങ്ങൾ, ഇപ്പോൾ ബേസിക് സാലറി, അതേപോലെ DA, HRA, PF, ഈ കാര്യങ്ങൾ നമുക്ക് ഇതിൽ എൻട്രി ചെയ്യാം. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് ഈ ഫോമിൻ്റെ ലേ ഔട്ട് എങ്ങനെയാണ് വേണ്ടത്, വാട്ട് ലേ ഔട്ട് വുഡ് യു ലൈക്ക് ഫോർ യുവർ ഫോം, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫോമിൻ്റെ എന്ത് ലേ ഔട്ടാണ് വേണ്ടത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. കോളംനാർ ഉണ്ട്, ടാബുലാർ ഉണ്ട്, ഡാറ്റ ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഏത് വേണം നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഡീഫോൾട്ടായിട്ട് വന്നത് കോളംനാർ എന്ന് പറയുന്ന ഈ ഒരു ഫോമാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ സ്റ്റൈൽ, ഏത് സ്റ്റൈൽ വേണം നമുക്ക്, ഒരുപാട് സ്റ്റൈലുകൾ ഇതിലുണ്ട്. നമുക്ക് ആവശ്യമുള്ള സ്റ്റൈൽ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഈ ഫോമിൻ്റെ ടൈറ്റിൽ എന്താണ് വേണ്ടത് നമുക്ക്. അപ്പോൾ എന്ത് ടൈറ്റിലാണ് ഈ ഒരു നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്ന ഫോമിന് വേണം. നമുക്കിവിടെ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന പേര് നമുക്ക് നൽകാം ഈ ഫോമിന്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ രണ്ട് ചൂസ് ചെയ്യാനുള്ള രണ്ട് ബട്ടണുകളുണ്ട്. ഒന്നാമത് ഓപ്പൺ ദ ഫോം ടു വ്യൂ ഓർ എൻ്റർ ഇൻഫർമേഷൻ, നേരിട്ട് ഒരു ഫോം രൂപത്തിലാണ് വരിക. അതിൽ നമുക്ക് നേരിട്ട് വിവരങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന അനുസരിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തത്, ഇതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ, ഈ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വന്നിരിക്കുന്ന ഫോം നമുക്ക് വീണ്ടും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അതിനുള്ള സംവിധാനമാണ്. അപ്പോൾ നമ്മൾ മോഡിഫൈ ദ ഫോം ഡിസൈൻ എന്നുള്ളതിൽ നമ്മൾ ഫിനിഷ് കൊടുത്തു. അപ്പോൾ ഫിനിഷ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രൂപത്തിലാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെ ഇത് ഡിസൈൻ ചെയ്യാനുള്ള വ്യൂ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഫോം വ്യൂവിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും ഫോം വ്യൂ ഉണ്ടാവുക. ഇവിടെ നമുക്ക് നോക്കാം, EMP ID, EMP നെയിം, EMP DOB. അപ്പോൾ ഈ EMP ID എന്താണെന്ന് ഒരു ഫോമിൽ എൻട്രി ചെയ്യുന്ന ആൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് EMP ID എന്നുള്ളതിന് പകരം എംപ്ലോയി ID എന്നാകണം. അപ്പോൾ എന്താണോ എംപ്ലോയി ID അത് ഇവിടെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലേബലുകളിൽ മാറ്റം വരുന്നതിന് വേണ്ടി വീണ്ടും നമ്മൾ ഇതിൽ ഡിസൈൻ വ്യൂവിലേക്ക് പോയതിന് ശേഷം ഇപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള ഈ ഒരു വിവരങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എംപ്ലോയി ID എന്ന് വേണം അവിടെ കൊടുക്കാം. അതേപോലെ EMP നെയിം എന്നുള്ളത്, EMP നെയിം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എംപ്ലോയി നെയിം എന്ന് കൊടുക്കാം. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അത് നമുക്കിവിടെ എഡിറ്റ് ചെയ്ത് DO ഡേറ്റ്
ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വേണേൽ കൊടുക്കാം. അതേപോലെ ഫാദേഴ്സ് നെയിം, അയാളുടെ ഫാദറുടെ പേരെന്താണോ എംപ്ലോയിയുടെ ഫാദറുടെ പേര്, അപ്പോൾ ഫാദേഴ്സ് നെയിം എന്ന് കൊടുക്കാം. അതേപോലെ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള വിവരങ്ങൾ, അപ്പോൾ അതിവിടെ നമുക്ക് 6 എന്ന് കൊടുക്കാം. അതേപോലെ ബേസിക് സാലറി, അയാളുടെ ബേസിക് സാലറി എത്രയാണോ ബേസിക് സാലറി നമുക്ക് കൊടുക്കാം. അതേപോലെ DA എത്രയാണോ അത്, HRA, അയാളുടെ PF. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് എങ്ങനെയാണ് ഫോം വ്യൂവിൽ വരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലേബലുകളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എംപ്ലോയി ID, എംപ്ലോയി നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതേപോലെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് നേരിട്ട് ഇനി വിവരങ്ങൾ എൻട്രി ചെയ്യാം. ഇങ്ങനെ എൻട്രി ചെയ്യുന്ന വിവരങ്ങൾ നമുക്ക് ടേബിളുകളിൽ സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ എൻട്രി ചെയ്യുന്ന വിവരങ്ങൾ സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സേവ് ചെയ്യുന്ന ഈ ഫോമിൽ നമുക്ക് എൻട്രി ചെയ്യുന്ന വിവരങ്ങൾ സേവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിതിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ബട്ടണുകൾ എന്ന് പറയുന്നത്. അപ്പം ബട്ടണുകൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും ഡിസൈൻ വ്യൂവിലേക്ക് പോവാം. നമുക്ക് ഇവിടെ വ്യൂ എന്നുള്ളതിൽ ഡിസൈൻ വ്യൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡിസൈൻ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കൺട്രോൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഈ കൺട്രോളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ബട്ടണുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പം ബട്ടണുകൾ നമ്മൾ വിവരങ്ങൾ എൻ്റർ ചെയ്ത് ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വിവരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന 2 ടേബിളുകളുണ്ട്. ആ 2 ടേബിളുകളിലും 1 by 1 ആയിട്ട് വിവരങ്ങൾ ശേഖരിച്ചു വെക്കും. അപ്പം അതിനു വേണ്ടി എങ്ങനെയാണ് ബട്ടൺ നമ്മൾ ഇതിൽ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫോമിൽ നമ്മളൊരു വിവരങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ആ വിവരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻ്റർ ചെയ്തിരിക്കുന്ന വിവരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 2 ടേബിളുകളിലേക്കും സേവ് ചെയ്യപ്പെടും. അപ്പോൾ അതിനു വേണ്ടി നമ്മളെങ്ങനെയാണ് ബട്ടൺ ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ബട്ടൺ എന്ന് പറയുന്ന ഈ ഒരു ശ്രദ്ധിക്കുക, ആദ്യം നമ്മളിവിടെ ഫോം വ്യൂവിലാണുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബട്ടൺ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ വ്യൂവിലേക്ക് പോകണം. ഡിസൈൻ വ്യൂവിലാണ് നമുക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഫോമിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ കഴിയുക. അപ്പോൾ നമ്മൾ ഡിസൈൻ വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ ബട്ടൺ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ മൗസ് പോയിൻ്റർ കൊണ്ടുവരിക. അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മളിവിടെ ഒരു ബട്ടൺ വരയ്ക്കുക. ബട്ടൺ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ ഇതിൽ കുറേ കാറ്റഗറീസ് ഉണ്ട്, അതേപോലെ കുറേ ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറി, ഇപ്പോൾ റെക്കോർഡ് നാവിഗേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ അതിൽ ആക്ഷൻസ് എന്ന് പറയുന്നത് ഫൈൻഡ് നെക്സ്റ്റ്, ഫൈൻഡ് റെക്കോർഡ്, ഗോ ടു ഫസ്റ്റ് റെക്കോർഡ്, ഇങ്ങനെ കുറേ ആക്ഷനുകളുണ്ട്. അതേപോലെ റെക്കോർഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഇതിൽ ആഡ് ന്യൂ റെക്കോർഡ്, ഡിലീറ്റ് റെക്കോർഡ്, ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് എന്ന് പറയുന്ന കുറേ റെക്കോർഡുകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്തിരിക്കുന്ന വിവരങ്ങൾ ആഡ് ചെയ്യാണ് വേണ്ടത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയി ഡീറ്റെയിൽസിലും അതേപോലെ തന്നെ സാലറി ഡീറ്റെയിൽസ് നമുക്ക് ഈ വിവരങ്ങൾ എൻ്റർ ചെയ്യാൻ വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ഓപ്പറേഷൻസ് എന്നുള്ളതിൽ ഈ ഒരു കാറ്റഗറിയിൽ ആഡ് ന്യൂ റെക്കോർഡ് എന്നുള്ളത് നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ആഡ് റെക്കോർഡാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ആ ബട്ടൻ്റെ മുകളിൽ ലേബലായിട്ട് വരുന്നത്, അപ്പോൾ നമുക്കിവിടെ ആഡ് എംപ്ലോയി ഡീറ്റെയിൽസ് കൊടുക്കാം. ആഡ് എംപ്ലോയി ഡീറ്റെയിൽസ്. അപ്പോൾ അതിൻ്റെ പിക്ചർ വേണമെങ്കിൽ ഏത് പിക്ചർ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്താണോ വേണ്ടത് ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിക്ചറുകൾ സെലക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ മീനിങ് ഫുൾ നെയിം വിൽ ഹെൽപ്പ് യു ടു റെഫർ ടു ദ ബട്ടൺ ലേറ്റർ. ഈ ബട്ടൺ പിന്നീട് നമുക്ക് എന്തെങ്കിലും റെഫറൻസിന് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് ഇത് എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമുക്ക് ഒരു പേര് കൊടുക്കാം. ഇവിടെ കമാൻഡ് 19 എന്നുള്ളതാണ് കൊടുക്കുന്നത്. വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ, ഫിനിഷ് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് വലുപ്പമൊക്കെ നമുക്കിവിടെ മൗസ് പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വലുപ്പമൊക്കെ മാറ്റം വരുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഫോം വ്യൂവിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ ഫോം വ്യൂവിൽ ഈ ഒരു രൂപത്തിലുണ്ടാവും. അപ്പോൾ നമ്മൾ വിവരങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ ഈ പറയുന്ന ടേബിളുകളിൽ എന്ത് ചെയ്യും, സേവ് ചെയ്യപ്പെടും. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, ഒരു 101 എന്ന് പറയുന്ന എംപ്ലോയി, എൻ്റെ പേര് അരുൺ എന്നാണ്, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്
996 ഫാദേഴ്സ് നെയിം, മെയിൽ, ബേസിക് സാലറി അവരുടേത് 25,000 ആണ്, DA 6,000, HRA 1,250, അതേപോലെ PF 1,500. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിവരം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിളിലേക്കും അതേപോലെ സാലറി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിളിലേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യപ്പെടും. രണ്ടാമത്തെ എംപ്ലോയി ID കൊടുക്കാം. രണ്ടാമത്തെ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നോക്കാം. മനു, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 97, ഫാദേഴ്സ് നെയിം എന്താണോ അത് കൊടുക്കുക. ബേസിക് സാലറി എന്താണോ DA, HRA, PF. ഇപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ആ വിവരങ്ങളും അതിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കായി ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് അത് സേവ് ചെയ്യുന്നതാണ്. ഇതിലെന്താ ഇൻഡെക്സിൽ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് 102 എന്നുള്ളത് സേവ് ആകുന്നില്ല. അപ്പോൾ ഇത്രയും വിവരങ്ങൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. 3 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ടേബിളുകളിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിൾ അപ്പോൾ ഇതിൽ ഈ ഒരു വാല്യൂ മാത്രം സേവ് ആയതുകൊണ്ടാണ് ഇതിൽ വരാതിരുന്നത്. അപ്പോൾ നമുക്ക് അത് നേരത്തെ എൻ്റർ ചെയ്തിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ഇവിടെ സേവ് ആയി വന്നിട്ടുണ്ട്. എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു ടേബിളാണ്. നമുക്ക് സാലറി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിൾ നോക്കാം. അവിടെയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലോസ് ചെയ്യാം. വീണ്ടും വിവരങ്ങൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 102 എംപ്ലോയി നെയിം, then date of birth, then father's name, then male, basic salary, DA, HRA, then അതേപോലെ PF നമുക്ക് സേവ് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വിവരങ്ങൾ ടേബിളുകളിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പം അതിനു വേണ്ടി നമ്മൾ ബട്ടണുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിൽ സേവ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ നമുക്ക് കാണണം. അപ്പം അതിനു വേണ്ടി നമുക്ക് ഇപ്പം 102 എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് എൻ്റർ ചെയ്തത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഈ ടേബിളിന് ഏറ്റവും താഴ്ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ എൻ്റർ ചെയ്തിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്.
അപ്പോൾ വേണമെങ്കിൽ നമുക്കതിന് ബട്ടണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വീണ്ടും ഡിസൈൻ വ്യൂവിലേക്ക് പോവാം. ഡിസൈൻ വ്യൂവിൽ പോയതിന് ശേഷം ബട്ടൺ പ്രസ് ചെയ്യുക, ബട്ടണുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത് ഇവിടെ കാണിക്കും. അപ്പോൾ ഫൈൻഡ് റെക്കോർഡ് നാവിഗേഷൻ ആണെങ്കിൽ ഫൈൻഡ് റെക്കോർഡ് നെക്സ്റ്റ് കമാൻഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താണോ എൻ്റർ ചെയ്യാൻ പോകുന്നത്, എന്ത് വിവരമാണോ അല്ലെങ്കിൽ ഏത് ഡീറ്റെയിൽസ് ആണോ നമുക്ക് വേണ്ടത്, അത് എംപ്ലോയി ID അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫൈൻഡ് കൊടുത്താൽ കിട്ടേണ്ടതാണ്. നമുക്ക് നോക്കാം. ജസ്റ്റ് ഫോം വ്യൂവിൽ ഫൈൻഡ് അപ്പോൾ ഈ ഒരു ഫൈൻഡ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. അപ്പോൾ അത് എന്താണ് സാങ്കേതികമായിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഫൈൻഡ് ബട്ടൺ അതിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ ഫൈൻഡ് എന്നുള്ള ബട്ടൺ അടിക്കുന്ന സമയത്ത് ഇതേപോലെ ആണ് നമുക്ക് വരുന്നത്. നമുക്ക് 103ാമത്തെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഫൈൻഡിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ 103ാമത്തെ ആളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ബട്ടണുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിവരങ്ങൾ സേവ് ചെയ്യുന്നതിന് വേണ്ടിയും അതേപോലെ സേവ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ നമ്മൾ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിൽ ബട്ടണുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഫോം ഏറ്റവും ലളിതമായ രീതിയിൽ എങ്ങനെയാണ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ ഫോം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നത്, ഫോമിൽ ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ബട്ടൺ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.